To err is human, but to forgive is divine. തെറ്റ് മനുഷ്യ സഹജമാണ്, ക്ഷമിക്കുന്നത് മഹത്വവും. പത്തായിക്കുട്ടി ഈ ദുർവാശി ഉപേക്ഷിക്കണം. ഗ്രേസി പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവള് സ്നേഹിച്ച പുരുഷനെ അവൾ വിവാഹം കഴിച്ചു. നീ സ്വല്പം കൂടെ സന്മനസ് കാണിച്ചിരുന്നെങ്കിൽ അതിനെ അംഗീകരിക്കാവുന്നേ ഉള്ളൂ. അച്ഛന് വേറെ ഒന്നും പറയാനില്ലേ? എല്ലാ ഞായറാഴ്ച ഇത് തന്നെ ആവർത്തിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അവളുടെ അധ്യായം അവസാനിച്ചു. അങ്ങനെ അവസാനിപ്പിക്കാവുന്ന അധ്യായമാണോ അത്? ദേ, കഴിഞ്ഞ ദിവസം ഞാൻ പട്ടണത്തിൽ പോയപ്പോ ഗ്രേസിയെ കണ്ടു. കൂടെ അവളുടെ മോനും ഉണ്ടായിരുന്നു. എന്തൊരു കുശൃതി അവൻ, മിടുക്കൻ. നീ അവനെ ഒരു പ്രാവശ്യം ഒന്ന് കണ്ടു നോക്ക്. നിന്റെ ദേഷ്യം ശരിക്കും പമ്പ കിടക്കും. ആ കുശൃതി എന്തൊക്കെയോ വികൃതരം കാണിച്ച് കയ്യിലും കാലിലും ഒക്കെ പ്ലാഷ് ഒട്ടിച്ചിരിക്കുക. പാവം. ഇതെന്താ വാസേട്ടാ? ദിവസവും രാവിലെ എനിക്ക് എക്സസൈസ് ചെയ്യണം, ഇല്ലെങ്കിൽ കിതയ്ക്കും. വാസുവേട്ടന് എല്ലാ അഭ്യാസങ്ങളും അറിയാമോ? മോനൊന്നും പഠിക്കണോ? ഞാൻ കാണിച്ചു തരാം. ഞാനൊന്ന് കാണിച്ചു തരാം. വാസുവേട്ടനെ പോലെ കാണിക്കാവോ? മോനൊന്ന് കാണിച്ചാൽ ഞാൻ 3 കാണിക്കും. അത് വേണ്ട, കാണാം. കാണാം. കാണിച്ചേ. ഇതിപ്പോ ഇപ്പൊ ചെയ്യേണ്ട എക്സസൈസ് അല്ല ഇത്. രാത്രി 1 മണിക്ക് ശേഷം ചെയ്യേണ്ടതാ, അല്ലെങ്കിൽ കാലിൽ കേടാ. ആ വില മനസ്സിലിരിക്കട്ടെ. ചെയ്യാൻ പറ്റില്ലെങ്കിൽ പറഞ്ഞൂടെ? ആര് പറഞ്ഞു ചെയ്യാൻ പറ്റില്ല? ഞാൻ ഇപ്പൊ ചെയ്ത് കാണിച്ചുതരാം. കാണിക്കാം. കാണിക്കുന്നേ ഈ ഇടത്തെ കാലല്ലേ? ആ കാലം അത് ചെയ്യാം. വലത്തെ കാല് ഏതെങ്കിലും. അതെ, ഇടത്തെ കാലായാലോ? എന്ത് പണ്ടാറങ്ങി? അപ്പൊ 2 കാലം ഒപ്പം ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. പറ്റില്ലെങ്കിൽ വേണ്ട. എന്നൊന്ന് പിടിച്ചേന്ന് കാണാം. അത് വേണ്ട. അല്ലാണ്ട് പിന്നെ എങ്ങനെ ചെയ്യാൻ പറ്റുക? അത് പിടിക്കണ്ട, വേണ്ട. ആദ്യം എന്റെ അമ്മ, എന്റെ മൂട് കലങ്ങി കേട്ടോ. ആഹാ, അയ്യോ, എന്നെ കൊണ്ട് പറ്റില്ല. അപ്പച്ചൻ പറഞ്ഞാ കൊല്ലും. തല പൊളിയുന്നെന്ന്. അത് കുടിക്കുമ്പോ ആലോചിക്കണമായിരുന്നു. പ്ലീസ് പോടാ, ചെല്ലേ പോടാ, പോ. അറബിക്കടലിളകി വരും ആകാശത്തുന്നു വരും നീ ഇന്നലെ എപ്പോ വന്നു? വളരെ ലേറ്റായി. ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പോകാൻ പാടില്ലായിരുന്നു. ഷിപ്മെന്റ് കഴിഞ്ഞോ? കഴിഞ്ഞു. അടുത്ത മാസം. എന്താടാ, ഗാനമേള കഴിഞ്ഞോ? ഒരെണ്ണം. വലിയ പറമ്പിലെ അന്തോണി മോൾക്ക് വേണ്ടി ഒരു ആലോചനയുമായി വന്നിട്ടുണ്ട്. നീ ആ പെണ്ണ് കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാ കാണണം. 2 ലക്ഷം രൂപയും 100 പവന്റെ ആഭരണങ്ങളുമാണ്. ഒറ്റ മോളാ. സ്വത്തുക്കൾ മുഴുവൻ അവൾക്കുള്ളതാ. എന്താ പോരെ? നീ എന്ന് പോകുന്നു പറഞ്ഞാൽ ഞാൻ അവരെ അറിയിക്കാം. എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. പിന്നെ എപ്പോഴാ?
നിനക്ക് വയസ്സ് 30 അങ്ങനെ വെച്ച് നീട്ടാനൊന്നും പറ്റില്ല. നിന്റെ തീരുമാനം വേഗം അറിയിക്കണം. പീറ്റർ, വാസോട്ടാ എന്താ? നീ വന്നേ. ആ. ഇതിനെ ഒരു പാക്കറ്റിന് 15 രൂപ വില. രാവിലെ തന്നെ 5 എണ്ണം വെറുതെ. ഈ അപ്പച്ചന്റെ ഇടയ്ക്കിടയ്ക്കുള്ള മരം ഉണ്ടല്ലോ, നിന്ന് വരുന്ന എന്റെ കാലും നടുകൂടിയാറായി. ചോദിക്കാനുള്ള എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒറ്റയടിക്കാൻ ചോദിക്കാൻ പറച്ചല്ലേ. അതെ. അയ്യോ, സിഗരറ്റ് സിഗരറ്റ് 3-5. എന്താ ഒന്നുമില്ല. വേണോ? വേണമെന്നില്ല, ഒരെണ്ണം കിട്ടിയാ കൊള്ളാം. ഇത് മതി, ഇത് മതി. എടാ, അനിമോന്റെ കയ്യിലോ കാലിലോ പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നു കേട്ടല്ലോ. എന്ത് പറ്റിയതാ? ഒന്ന് വീണതാ, ചെറിയ ഫ്രാക്ചർ ഉണ്ട്. കുട്ടികളായാൽ സൂക്ഷിക്കണം. താനും നിലയുടെ കൂടെ നിൽക്കണേ. പാടൂ. എന്താ ചേട്ടാ, ഒന്ന് ശരിക്കും കളിച്ചൂടെ? കളിക്കല്ലേ? എന്തൊരു കഷ്ടമാണ് നോക്ക് ദൈവമേ. അത് ഇതായിരുന്നോ ചേട്ടൻ ഇത്ര ഇൻട്രസ്റ്റ് ഇല്ലാതെ കളിച്ചത്? വാസോട്ടാ, ഞാൻ ഇപ്പൊ അപ്പച്ചനോട് പറയാൻ പോവാ. വീഴേ, അപ്പച്ചോട് പറയാം, എന്റെ പണി പോവും. അല്ലെങ്കിൽ എന്റെ കൂടെ ഒരു ഗെയിം കളിക്കാൻ വരാം. അത് വേണോ? വാ. ശ്ശോ. ഉം. ഉം. എന്റെ ബാറ്റുള്ള ബാറ്റ് എടുത്തുണ്ടാ കളിക്കും. എന്നാ പിടി. എനിക്ക് വയ്യ, വാസോട്ടാ, അല്പം ഓടുന്നത് നല്ലതാ. എനിക്ക് മതി, എനിക്ക് വയ്യ. ഗ്യാസ് മേലോട്ട് കയറി. മതി മതി, നിർത്തി, ഞാൻ നിർത്തി. പിന്നെ എന്താ? കുറച്ച് മാങ്ങയാ. എനിക്കൊന്നും വേണ്ട. അപ്പച്ചൻ പറഞ്ഞിട്ടാ. ഇരുന്നോട്ടെ, നല്ല അച്ചാറാ, ടൗണിൽ കിട്ടില്ല. ഓക്കെ. ഗ്രേസി, ഞാൻ പോട്ടെ. കൊള്ളാം. ഇതെന്ത് വേഷമാ? ഈ പാൻസിന് ഈ ഷർട്ട് എങ്ങനെ മാച്ച് ആവാനാ? ഇതേ കിട്ടിയുള്ളൂ. ഇനി വരൂ. എങ്ങോട്ട്? എനിക്ക് ഓഫീസിൽ പോകുന്ന നേരമായി. ഇനി വരൂ, വരുന്നേ. ഓഫീസ് ടൈം. ഡാഡി, ഡാഡി, ഈ ഹാൻഡ് പെഗ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? പെൻ കോണ്ടൻ എന്ന് പറഞ്ഞാൽ ഭാര്യ പറയുന്ന എന്തോ അനുസരിക്കുന്നവൻ എന്നർത്ഥം. ഡാഡിയെ പോലെയോ?
നിന്നോടാരാ ഈ വേണ്ടാത്ത ചോദ്യമൊക്കെ ചോദിക്കാൻ പറഞ്ഞു? നീ എന്തിനാ ഇവനെ വേണ്ടാത്തൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്നത്? ആര് ഞാനോ? ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ വല്ലതും പറഞ്ഞോ മോനെ? ദേ നിങ്ങളുടെ അനിയത്തിയെ ഇവനെ ഓരോന്ന് പറഞ്ഞ് പഠിപ്പിച്ചാലുണ്ടല്ലോ. ഞാൻ എന്ത് പറഞ്ഞെന്നാ ചേട്ടത്തമ്മ പറയുന്നത്? നീ ഒന്നും പറഞ്ഞില്ലല്ലേ? ആരും ഒന്നും പറഞ്ഞു കൊടുക്കാതെയാണോ ഇവനെ കണ്ടതൊക്കെ പറയുന്നത്? അവനതിന് എന്ത് പറഞ്ഞെന്നാ പറയുന്നത്? ഞാനൊരു പെങ്കോന്തനാണെന്ന് ചിരിക്കുന്നു.